പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ പെപ്പർ സ്പ്രേയുമായെത്തിയ യുവാവ് കസ്റ്റഡിയിൽ. ഇന്നലെ വൈകിട്ട് 5:30യോടെയായിരുന്നു സംഭവം. കൽപ്പാളയം ജംഗ്ഷൻ ഭാഗത്ത് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് യുവാവിന്റെ കൈവശം ഉണ്ടായിരുന്ന സ്പ്രേ കുപ്പി ബോംബ് സ്ക്വാഡ് കണ്ടെത്തിയത്. തുടർന്ന് കരമന പോലീസ് സ്റ്റേഷനിലേക്ക് യുവാവിനെ മാറ്റി. സ്പ്രേ സഹോദരിക്ക് നൽകാനായി കൊണ്ടുവന്നതാണെന്ന് ഇയാൾ പറഞ്ഞതായി പോലീസ് അറിയിച്ചു. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നതായും പോലീസ് അറിയിച്ചു. അതീവ സുരക്ഷാ മേഖലയിൽ സ്ഫോടക വസ്തുക്കളോ മറ്റ് ആയുധങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ബോംബ് സ്ക്വാഡാണ് യുവാവിന്റെ പക്കൽ നിന്ന് സ്പ്രേ കുപ്പി കണ്ടെടുത്തത്. തിരുവനന്തപുരം നഗരത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരുന്ന സുരക്ഷാ വലയം ഭേദിച്ചാണ് യുവാവ് സ്പ്രേയുമായി എത്തിയത് എന്നത് സുരക്ഷാ ഏജൻസികളെ ഞെട്ടിച്ചിട്ടുണ്ട്. കൽപ്പാളയം ജംഗ്ഷനിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട യുവാവിനെ പരിശോധിച്ചപ്പോഴാണ് കൈവശം പെപ്പർ സ്പ്രേ ഉണ്ടെന്ന് മനസ്സിലായത്. ഉടൻ തന്നെ ഇയാളെ കരമന പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കി. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്ന അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള മേഖലയിൽ ഇത്തരമൊരു വസ്തുവുമായി എത്തിയത് എന്തിനാണെന്ന കാര്യത്തിൽ പോലീസ് ഗൗരവമായ അന്വേഷണം നടത്തുന്നുണ്ട്. യുവാവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ മുൻകാല ചരിത്രവും ഏതെങ്കിലും സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും രഹസ്യാന്വേഷണ വിഭാഗം പരിശോധിച്ചു വരികയാണ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും സംഭവത്തെക്കുറിച്ച് സംസ്ഥാന പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോയിൽ 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഇത്രയും വലിയ ജനക്കൂട്ടത്തിനിടയിൽ സുരക്ഷാ പരിശോധന കർശനമാക്കിയിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലെത്തി യുവാവിനെ നേരിട്ട് ചോദ്യം ചെയ്തു. പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇതിനെയും അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. യുവാവിന്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി എന്നാണ് വിവരം. ഇയാൾ താമസിക്കുന്ന സ്ഥലത്തെ ആളുകളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ആസൂത്രിതമാണോ അതോ അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്ന് വ്യക്തമാക്കാൻ ശാസ്ത്രീയമായ തെളിവുകൾ കൂടി വേണമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. റോഡ് ഷോയിൽ പങ്കെടുത്തവരിൽ പലരും യുവാവിനെ തടഞ്ഞുവെച്ചതായും വിവരമുണ്ട്. അസ്വാഭാവിക പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചതെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. യുവാവിന്റെ ഫോൺ രേഖകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും സൈബർ സെൽ പരിശോധിച്ചു വരികയാണ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയുണ്ടായ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന VIP സന്ദർശനങ്ങളിൽ നിയന്ത്രണം കടുപ്പിക്കാനാണ് സാധ്യത കൂടുതൽ. സഹോദരിക്ക് നൽകാനായിട്ടാണ് പെപ്പർ സ്പ്രേ വാങ്ങിയതെന്ന് യുവാവ് പറയുമ്പോഴും ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലകളിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം നിർദ്ദേശിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ വ്യക്തമായ അന്വേഷണം ഇതിനാവശ്യമാണ്.